ആട്ടിനെ പറ്റി ചകിരി കൊണ്ടൊന്നും ഇങ്ങനെ വെച്ചാൽ മതിയില്ലേ? ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കണം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഓൾ അബൌട്ട് ഐക്യയാണ്. എനിക്ക് കുറേ നാളായിട്ട് ഐക്യ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. സോ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഐക്യയിൽ കണ്ട സംഭവങ്ങളും, പിന്നെ ഞാൻ ചെന്നപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു. 70% ഓഫർ എല്ലാ സംഭവങ്ങൾക്കും ഉണ്ടായിരുന്നു, ഒരുവിധം എല്ലാത്തിനും ഉണ്ടായിരുന്നു. ആൻഡ് അത് 2 വർഷം കൂടിയിട്ടാണ് ഇത്രയും 70% ഓഫിലൊക്കെ മിക്ക ഐറ്റംസും വന്നതെന്നാണ് ഞാൻ കണ്ടിട്ടുണ്ടായ. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒത്തിരി ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ചെറിയ സംഭവങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐക്യ ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണിച്ചു തന്നെ ഐക്യ വേൾഡ് എങ്ങനെയാണെന്ന് കാണാം. മെയിനായിട്ട് ഇവിടുത്തെ ഐറ്റത്തിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലത് എക്സ്പെൻസീവ് ആയിരിക്കും, ചിലത് അഫോർഡബിൾ ആയിരിക്കും, ബട്ട് എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഈ സംഭവമൊക്കെ ഈ ഹോൾഡർ ഓർഗനൈസറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിനൊക്കെ 7 റിയാലാണ് വരുന്നുള്ളൂ. അതുപോലെ ഇങ്ങനത്തെ വുഡൻ്റെ ട്രേസ്, അതുപോലെ ലിക്വിഡ് ഒഴിച്ച് വയ്ക്കുന്ന ഇങ്ങനത്തെ ഇത്. പിന്നെ ഐക്യയിൽ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ, നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ക്യാൻഡിലിൻ്റെ ഒരു വേൾഡ് തന്നെയാണ്. പിന്നെ അങ്ങനെ പല വീഡിയോയിലും കാണുമ്പോൾ ഇങ്ങനെ ഓർക്കും എനിക്ക് ഐക്യയിൽ പോയിട്ട് ക്യാൻഡിൽ മേടിക്കണമെന്ന്. സോ ഞാനും ക്യാൻഡിൽ മേടിച്ചിട്ടുണ്ടായി. ക്യാൻഡിലിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതിൽ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2.5 റിയാലിലാണ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞ് സൈസോട് വലിയ സൈസ് വരും. അതിൽ ക്യാൻഡിൽ ഹോൾഡർക്കൊക്കെ നല്ല ഭംഗിയുണ്ടായി. ഇത് ഫേർണിച്ചേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന ഏരിയയാണ്. ഡ്രസ്സിങ് ടേബിൾ, ഡൈനിങ് ടേബിളൊക്കെ വരുന്ന ഒരിതാണ്. ബട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഫേർണിച്ചേഴ്സും ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിലേക്ക് അങ്ങനെ നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ വരുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സിൻ്റെയൊക്കെ ഏരിയ. പ്ലാന്റ്സ്, പോട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാന്റൊക്കെ മേടിച്ചിട്ടുണ്ടായി. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. അത് സ്റ്റാർട്ടിങ് ഫ്രം 3 റിയാലാണ് കുട്ടി പ്ലാന്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് പ്ലാന്റ്സിൻ്റെ ഏരിയ. എല്ലാം ആർട്ടിഫിഷ്യലാണ്. ചിലത് ഇതുണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളി നല്ല ഭംഗിയുണ്ടായി. പിന്നെ ഇതൊക്കെ പോട്ടാണ് വരുന്നത്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. 9 റിയാലാണ് ഇതിനുണ്ടായിരുന്നത്. ഇത് നമ്മളിങ്ങനെ വേസ് മേടിച്ചിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. അതിങ്ങനെ വലുതാവും. ഞാൻ ചിലരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായി. അതിങ്ങനെ വലുതായി അതിന് ലീവ്സൊക്കെ വരുന്നത് നല്ല രസമുണ്ടായി. പിന്നെ ഇത് ഐക്യയിലെ ഫുഡ് കോർട്ടിൻ്റെ ഏരിയ ആണ്. നമ്മളൊന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഐക്യ കയറിയിട്ടുണ്ടായത്. സോ അതുകൊണ്ട് ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തില്ല. ഓൾറെഡി ഞാൻ 2 ദിവസമായിട്ടാണ് ഐക്യ പോയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ 2 ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ ദിവസം ഞാൻ ചെന്ന് കുറച്ച് ഷോപ്പ് ചെയ്തപ്പോഴേക്കും ടയർഡായിട്ടുണ്ടായി. സോ നെക്സ്റ്റ് ഡേയും പോയിട്ടാണ് ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനി വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ വീട്, അതുപോലെ നമ്മുടെ റൂം, ഡ്രസ്സിങ് ടേബിള്, വാഷ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. എന്ത് ഭംഗിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് സ്ക്വയർ ഫീറ്റിൽ എങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാം, അതുപോലെ ഡ്രസ്സിങ് ടേബിള്, കബ്ബോർഡ്സ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ അടിപൊളിയായിട്ട് നല്ലൊരു ഐഡിയ കിട്ടൂടെ നമുക്ക്. ഇപ്പോൾ വീട് പണിയുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇനി പണിയാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി ഉള്ള വീട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് മേക്ക് ഓവറൊക്കെ വരുത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെയൊക്കെ പോയി കാണുകയാണെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്ന കാണുകയാണെങ്കിൽ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, ഇത്ര ഏരിയയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും
ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ എന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും കേട്ടോ. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ പിൻട്രസ്റ്റിലൊക്കെ നമ്മൾ കാണും, അല്ലാതെ ഇങ്ങനെയൊക്കെ പോയി കാണുകയാണെങ്കിൽ അതിലും കൂടുതൽ ഐഡിയാസ് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് പ്ലാനിങ് സ്റ്റുഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നീഡ്സും കാര്യങ്ങളും, ഇപ്പോൾ കബോർഡ് ഇത്ര ലെങ്ത്ത് വേണം, ഇത്ര ഷെൽഫ്സ് വേണം, ഇങ്ങനെയാണ്, അങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം, ഇതാണ് എൻ്റെ ഐഡിയ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അവരോട് പറയുകയാണെങ്കിൽ അവരും അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അവരും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ കുറേ പ്ലാനിങ് സ്റ്റുഡിയോ ഈ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബെഡ്റൂം വാഷ്റൂം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതിൽ എല്ലാ ഐറ്റത്തിനും ഒരു പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐറ്റം ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ, ഇപ്പോൾ ഇവിടെ തന്നെ ഫോട്ടോ ഫ്രെയിം, അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും, പ്ലാന്റ്സ് എല്ലാത്തിനും, ബാഗ്സ് അവിടെ കാണുന്ന എല്ലാത്തിനും ഒരു പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പ്രൈസ് എത്രയാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി. ഈ ഗ്ലാസ് ജാറൊക്കെ നല്ല ഭംഗിയുള്ള, ഇതെല്ലാം ഒരുവിധം അഫോർഡബിൾ റേറ്റിനുള്ള കേട്ടോ. പിന്നെ ഈ ഒരു കളർഫുള്ളായിട്ട് പ്ലേറ്റ് ഗ്ലാസ് ഇങ്ങനെ വരുന്ന സെറ്റിനൊക്കെ 5 റിയാൽ, 3 റിയാൽ, 7 റിയാലൊക്കെയാണ് വരുന്നത്. ഫുൾ പ്ലേറ്റ് ഉണ്ട്, ചെറിയ പ്ലേറ്റ് ഉണ്ട്, കപ്സ് ഉണ്ട്, അങ്ങനെയെല്ലാം. പിന്നെ അവിടെ ഞാൻ പ്രത്യേകിച്ച് കണ്ട് നമ്മളെ പാത്രങ്ങളൊക്കെ സ്റ്റീലിൻ്റെ, നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രം, നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ ബേസിക്കലി പോയിട്ടുണ്ടായിരുന്നത് മെയിൻ സംഭവം കേർട്ടൻസ് നോക്കിയിട്ടാണ് കേട്ടോ. കേർട്ടൻസിന് നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കർട്ടൻ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായത്. ബട്ട് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ കർട്ടൻ. നമ്മളെല്ലാത്തിൻ്റെ റേറ്റ് നോക്കി അവിടെ എല്ലാം സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. ഇപ്പോൾ ക്ലോത്ത് മേടിക്കണം, അതിൻ്റെ നമ്മളിടാനുള്ള മറ്റേ കമ്പി മേടിക്കണം, അതിൻ്റെ സൈഡിലെ ഹോൾഡർ മേടിക്കണം, സ്റ്റോപ്പർ, പിന്നെ അതിൽ ഇടാനുള്ള കുഞ്ഞു കുഞ്ഞ് ഹോൾഡിങ് സംഭവങ്ങൾ, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് മേടിക്കണം. ബട്ട് ഒരുവിധം അഫോർഡബിൾ ആയിരുന്നു. ബട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായില്ല. നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഐക്യ വ്ളോഗിൽ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ നിങ്ങളെ ഐക്യ കാണിച്ചത്. സോ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ ഓർക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.